മേരി വർഗീസ് ആകുമ്പോൾ ഓരോരുത്തരെയും പേര് വിളിച്ചും വിശേഷങ്ങൾ ചോദിച്ചും കുടുംബ വിശേഷങ്ങൾ ചോദിച്ചുമൊക്കെ വോട്ട് ചോദിക്കാവുന്ന ഒരു സന്ദർഭമില്ലേ അല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ആര് നിന്നാലും വിജയിക്കും. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സീറ്റാണ് തൃക്കാക്കര. ആ മണ്ഡലത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരുന്ന കൊച്ചി എന്ന് പറഞ്ഞാൽ അത് തൃക്കാക്കരയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എറണാകുളം എന്ന് പറയുന്ന പട്ടണം വളരുന്നത് തൃക്കാക്കരയിലേക്കാണ്. കാക്കനാട് എന്ന് പറയുന്ന ആ മേഖല, തൃക്കാക്കര എന്ന് പറയുന്ന ആ മേഖല, അവിടെ ധാരാളം ഇനിയും ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ IT മുഴുവൻ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ ഉള്ളതെല്ലാം അവിടെയാണ്. നമ്മുടെ മെട്രോയുടെ എക്സ്റ്റൻഷൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. മെട്രോ അങ്ങോട്ട് വരേണ്ടത് വളരെ ആവശ്യമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളത്തു നിന്നുള്ള കണക്ടിവിറ്റി ശരിക്കും ഇത് നേരത്തെ തന്നെ കാക്കനാട് ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം വളരെ വേഗത്തിൽ ആളുകൾക്ക് ആക്സസബിൾ ആകുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റം തൃക്കാക്കരയിൽ ആവശ്യമുണ്ട്. അപ്പം വളരുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ, ആ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ തൃക്കാക്കരയാണ്. അപ്പം അത്രയും നല്ല ഒരു മണ്ഡലത്തിൽ നല്ല ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായാൽ വലിയ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടാകും. ആ മണ്ഡലത്തിലെ ഓരോ വികസന പ്രവർത്തനവും നേരിട്ട് മനസ്സിലാക്കുകയും കണ്ടറിയുകയും അതിന്റെ സ്പന്ദനം മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ദീപ്തി മേരി വർഗീസിന് ആ മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് ആ മണ്ഡലത്തിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്ന് കരുതുന്ന തുടർച്ചയായിട്ടുള്ള വികസനവും അതൊരു പക്ഷേ കേരളത്തിന് മൊത്തത്തിൽ മാതൃകയാക്കാവുന്നതും എന്ന് കരുതുന്ന എന്തൊക്കെ പദ്ധതികൾ മനസ്സിലുണ്ട്? അത് കേരളത്തിൻ്റെ വ്യവസായ നഗരം എന്ന് പറയുന്നത് എറണാകുളമാണ്. ആ എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. ഇവിടെ IT ഫീൽഡിലുള്ള വലിയ ഡെവലപ്മെൻറ്റ് നടത്താൻ കഴിയുന്ന ഒരു മേഖലയാണ്. അതിനോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വലിയ വളർച്ച, ഇപ്പം കൊച്ചി നഗരസഭ എന്ന് പറയുന്നത് തന്നെ വളരുകയാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറുകയാണ്. അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറുമ്പോൾ തൃക്കാക്കര ഭാഗം അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടതാണ്. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത് പഴയ പോലെ കൊച്ചി നഗരസഭ, പഴയ കൊച്ചി നഗരസഭയല്ല. അത് എങ്ങോട്ട് വളർന്നു എന്ന് ചോദിച്ചാൽ അത് തൃക്കാക്കരയിലേക്കാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി തൃക്കാക്കര മാറുമ്പോൾ അതിന് അനന്ത സാധ്യതകളുണ്ട്. അവിടുത്തെ അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ നിലവിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. ആ കുടിവെള്ള പ്രശ്നം കാരണം ഗ്രോയിങ് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷം പേർക്ക് കിട്ടിയിരുന്ന കുടിവെള്ളം ഇന്നിപ്പോൾ 10 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടി വന്നാൽ അതിനനുസരിച്ച് നമ്മുടെ പൈപ്പ് ലൈൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വളരെ കണ്ണിലെണ്ണ ഒഴിച്ച് അതിനോടൊപ്പം നിൽക്കുന്ന ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. മിക്കവാറും എല്ലാ പാർട്ടികളിലും പുരുഷാധിപത്യം വളരെ ശക്തിയായിട്ടിരിക്കെ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അവർക്കൊട്ടും വിജയസാധ്യതയില്ലാത്ത ഇടങ്ങളിലേക്ക് ഒരു സീറ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ 1-2 സീറ്റുകൾ കൊടുക്കുകയും ഞങ്ങൾ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയൊക്കെ ചെയ്യും. ആ സ്ത്രീകൾ അവരെ അവിടെ തോൽക്കുകയോ മറ്റോ ചെയ്യുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറഞ്ഞ കാര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജയസാധ്യതയുള്ള ഇടത്ത് യൗവനത്തിൻ്റെ ചോരത്തിളപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ, അത് വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ വെക്കുക എന്നുള്ള രീതിയിലേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും, അതിനൊരു സംശയവുമില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് ഏറ്റവും അധികം സ്ത്രീകൾക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു സംഘടന. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 AICC പ്രസിഡന്റുമാരുടെ പേര് പറയാൻ കഴിയും കോൺഗ്രസ്സിന്. അതേസമയം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ, കീ പോസ്റ്റിൽ, BJPക്കാണെങ്കിൽ പ്രസിഡന്റ്, CPM-നാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇന്ന് വരെ ഒരു സ്ത്രീയെ ഇരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സിന് അത് പറ്റിയിട്ടുണ്ട്. 30% സംവരണം കൊണ്ടുവന്നത്, വനിതാ സംവരണം, അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്, പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കളിലൂടെ. പിന്നീട് അത് 50% മാറി. അപ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. വനിതകളുടെ ക്ഷേമം ഏറ്റവും അധികം നോക്കിയിരുന്ന നേതാക്കളായിരുന്നു മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ. അതുകൊണ്ടാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങാതിരുന്ന സ്ത്രീകൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. 100 കണക്കിന് സ്ത്രീകൾ ഇറങ്ങി. അവരെങ്ങനെ ഇറങ്ങി? വളരെ അത്ഭുതത്തോടെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പോലെ ഇതുപോലെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് പുറത്തിറങ്ങാതിരുന്ന സ്ത്രീകൾ, പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ 100 കണക്കിന് സ്ത്രീകൾ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അത്രയും സ്ത്രീകൾ ഇറങ്ങണമെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടാവും.
ആ കോൺഫിഡൻസ് കൊടുത്ത് അങ്ങനെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാരമ്പര്യത്തിൽ തന്നെ മറ്റൊരു പാരമ്പര്യം കൂടിയുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. കുടുംബാരോപണം, അതിൻ്റെ തുടർച്ച, പേരമക്കൾക്ക് ഒക്കെ അധികാരം നൽകി പോകുന്നൊരവസ്ഥ. ഞാനിപ്പോൾ തൃക്കാക്കരെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ആ രീതിയിൽ അതിനുശേഷം ഉമാ തോമസിന് കൊടുക്കുന്നു. അപ്പോൾ അത് കൊടുക്കുന്നതിൽ ഒരു വൈകാരികതയുടെ യുക്തിയും നീതിബോധവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഈ പറയുന്നത് പോലെ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ചവരുടെ വലിയ നിര പുറത്തു നിൽക്കുന്നു. അവിടെ എന്താണ് ചെയ്യാൻ കഴിയുക? ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ അച്ഛൻ ഡോക്ടറാണെങ്കിൽ മകൾക്ക് ഡോക്ടറായിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ വക്കീലായ മകനോ മകൾക്കോ വക്കീലാകാം, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യണം? അവർ LLB പഠിക്കണം, അവർ പാസ്സാകണം, അവർ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല വക്കീലാകാൻ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിൽ അപ്പനോ അമ്മയോ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവരുടെ പിൻതലമുറക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ ആ പൊതുപ്രവർത്തനത്തോട്, ആ രാഷ്ട്രീയ സംഘടനയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കണം. അവർ പ്രവർത്തിക്കാൻ, സാധാരണ പ്രവർത്തകർ എങ്ങനെ വരുന്നോ അതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വരുന്നതിലൊരു തെറ്റുമില്ല. അതേസമയം ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കുടുംബാധിപത്യം നിങ്ങൾ ഒരു ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലാണ് എന്നോട് ചോദിച്ചത്, താങ്കൾ ചോദിച്ചത്. അപ്പോൾ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ, 8ാമത്തെ വയസ്സ് മുതൽ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടേതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു തീരുമാനങ്ങളിൽ. നെഹ്റു പറഞ്ഞ അതേ തീരുമാനങ്ങളായിരുന്നില്ല പലപ്പോഴും ഇന്ദിര എടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ തീരുമാനം ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അവർ സംഘടനയിലും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചു വന്നവരാ. അവർ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടില്ല, അത് കുടുംബാധിപത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു മത്സരിക്കാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ വരിക, അതിനുവേണ്ടി മാത്രം നിൽക്കുകയും പിന്നീട് പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, പ്രവർത്തിക്കാൻ തയ്യാറാകാതിരിക്കുക. ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി വന്നവർ ഒരു വേള മത്സരിച്ച് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഞാനത് ഒരാളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. താങ്കളിപ്പോൾ PT യുടെ കാര്യം ചോദിച്ചു, പക്ഷേ ഞാൻ അങ്ങനെ ഒരാളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്. എത്രയോ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ അവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. ഈ ടേം ഞാൻ മത്സരിക്കുന്നില്ല, 5 വർഷത്തേക്ക് ഞാൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഇരുന്ന് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പാർട്ടി പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്ന് തീരുമാനിക്കാൻ കൂടി തയ്യാറാകണം. പാർട്ടിയിലും പ്രവർത്തിക്കണം, ജനപ്രതിനിധിയാകണം. ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ജനപ്രതിനിധിയാകാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്ന കുടുംബാധിപത്യത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതേസമയം പാർട്ടി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനപ്രതിനിധിയാകുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ചാണ്ടി ഉമ്മൻ KSU കാലം മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭാരത് ജോഡോ യാത്രയിലൊക്കെ ആണെങ്കിൽ മുഴുവൻ ദിവസവും കാലിൽ ചെരുപ്പ് പോലും ഇടാതെ പുള്ളി അത് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടു ചാണ്ടി ഉമ്മൻ അങ്ങനെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവിടെ മത്സരിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല മത്സരിച്ചത്, നല്ലൊരു പ്രവർത്തകനും കൂടിയാണ്, അതുകൊണ്ടാണ് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേറിട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതിനെ ഞാൻ പറയുന്നത്, കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണണം എന്ന് ഞാൻ പറയുക.